ഇന്ന് കയറും ചാക്കും കണ്ടാലറിയില്ലേ, ഒരു പഴുത്ത ചക്ക ഇടാൻ ഇറങ്ങിയതാണ്. ഇപ്പൊ 2 ദിവസം മുന്നേ നമ്മൾ ഒരു വരിക്കച്ചക്ക ഇടുന്നതിന്റെ വീഡിയോ ഒക്കെ ചെയ്ത്, ആ ചക്ക ഇതുവരെ പഴുത്തിട്ടില്ല കേട്ടോ. പഴുത്തിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞാ നല്ല മൂത്ത് വിണ്ടൊക്കെ ചെയ്ത്, പക്ഷെ ചക്ക ഇതുവരെ പഴുത്തിട്ടില്ല. അപ്പൊ ആ പ്ലാവത്തിന് ഇതാ അടുത്തത് പഴുത്തിട്ടുണ്ട്. ഇന്നലെ നല്ല മണമായിരുന്നു. പിന്നെ ഇതിന് രാവിലെ തന്നെ കയറി നോക്കിയിട്ടുണ്ട്. ഏത് ചക്കയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എല്ലാ 2-3 ചക്ക നല്ല മൂത്തതുണ്ട്. അപ്പൊ കണ്ടുപിടിച്ച് ഏതാടാ, അത് താഴെ തന്നെയാണ്. അവൻ മുകളിലൊക്കെ കയറി നോക്കിട്ടോ. പ്ലാവ് നോക്ക്, നല്ല ഒരു എന്താ പറയാ, വലിയ മഴയല്ല, നിൽക്കാതെ പെയ്യുന്ന ചെറിയ മഴ. എന്നിട്ട് പ്ലാവൊക്കെ നല്ല വഴുക്കലാണ്. എന്നാലും മുകളിലൊക്കെ കയറി നോക്കി അങ്ങനെ കണ്ടുപിടിച്ച്. പക്ഷെ പണി എന്താ അറിയോ, ഇത് കയറിട്ട് ഇറക്കാൻ കുറച്ച് പണി. ഒരു നെറ്റിലാണ് 2 ചക്കയുള്ളത്. ഒന്ന് മൂക്കാത്തതും ഒന്ന് നല്ല പഴുത്തതുമാണ്. എന്താ ചെയ്യാ, ഇവിടെ വെക്കട്ടെ. നിതിന് ഐഡിയ പറയും. നിതിൻ പറയുന്നത്, ഞാനും ഇവിടെ ഒരു കോണി വെച്ചിട്ടുണ്ട്, ഞാനും കൂടെ കേറിയിട്ട് നെറ്റ് ഇങ്ങനെ മുറിച്ചിട്ട് താങ്ങാൻ. ഇതാ ചക്ക, ഇതാണ് ചക്ക. അപ്പൊ താങ്ങാനാണ് നിതിൻ പറയുന്നത്. ഞോളെ കേറി വെക്കട്ടെ. സംഭവം മിനിഞ്ഞാന്ന് മുതൽ മണക്കുണ്ട്. ഉമ്മ പറഞ്ഞിരിക്കണ ചക്ക ഏതോ പഴുത്തിക്കണെന്ന്. അപ്പൊ ഒന്നും കൂടെ പഴുക്കട്ടെ അങ്ങനെ ഇട്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഇന്ന് പിന്നെ ഞങ്ങൾ ഇല വെട്ടാൻ പോവാണ്. അപ്പൊ നിതിൻ പറഞ്ഞു ഏതായാലും വിളഞ്ഞാകണം, ലാഭം കയറിയാലും വിളഞ്ഞാവും. അപ്പൊ ഇന്ന് രാവിലെ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഴ ഇനി ഇതുവരെ. അപ്പൊ എന്താ ചെയ്യടാ, ഐഡിയ കിട്ടുന്നില്ല. ഇങ്ങനെ കേറിയിട്ട് ഞാൻ താങ്ങിയാലോ, നടക്കുവോ? വേഗം ഇയും താങ്ങണം കേട്ടോ, മൊത്തമായിട്ട് പറ്റി. നമ്മള് ചക്ക നല്ല വലുപ്പമുള്ളതുകൊണ്ട്. ഇതാ ഞാൻ അങ്ങനെ കയറുമ്പോ കെട്ടി വെക്കണോ, ബേക്കോട്ട് മറിയാതെക്കാൻ. കണ്ടില്ല, ഒരു നെറ്റ് വന്നിട്ട് 2ആയിട്ടുള്ള. അപ്പം കയറിടാൻ ഇതിലെ ഗ്യാപ്പിലൂടെ ഒന്നും കഴിയൂല. നല്ല മണുണ്ട് എന്നിട്ടല്ലേ. അപ്പൊ ഞങ്ങളൊന്ന് റെഡി ആയിട്ട് നിന്നിട്ട് ചക്ക ഇടുന്നത് കാണിച്ചതാ. സെറ്റാട്ടോ. ചക്ക ഇപ്പൊ നമ്മൾ എങ്ങനെ ഇട്ടാലും, കയറിൽ ഇറക്കാൻ നോക്കിയാലും ചിലപ്പോ താഴെ വീണു പോകും. പിന്നെ താങ്ങിയ ചിലപ്പോ വെയിറ്റ് കൊണ്ട് ചിലപ്പോ താഴെ ഇടും ഞാൻ. അപ്പൊ ഞങ്ങൾ ഒരു തീരുമാനത്തിലെടുത്ത്, ഞാൻ താങ്ങിക്കോടാ, വലിയ വലിപ്പം ഇല്ലാത്തോണ്ടാട്ടോ താങ്ങാന്ന് ഏറ്റത്. ഇതിനെ അവിടുന്ന് നെറ്ററ്റോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് സേഫ്റ്റിക്ക് ഞാനിങ്ങനെ നിന്നാൽ പെട്ടെന്ന് ബാക്കോട്ട് മറിയാതെക്കാന് ഇതിനെടാ കയറൊക്കെ കെട്ടി നമ്മളെ ഊരക്ക് കയറിടാറിയില്ലേ, അതുപോലെ സെറ്റാക്കിണ്ട്. എടാ ഇത് പോകൂലല്ലോ തലേ കൂടെ. അതാ ഈ നോക്കിട്ടോ, പതുക്കെ അറ്റായി. ഈയും താങ്ങിക്കോ, ഞാൻ താങ്ങാ. അപ്പൊ ഞങ്ങൾ എന്നാലേ പതുക്കെ ഇടാൻ നോക്കട്ടെ കേട്ടോ. ആടം പിടിച്ചിട്ടുണ്ട്, പഠിക്കണ്ട. മറ്റേ സ്പീഡിൽ വിടരുത് കേട്ടോ. അത് ഇങ്ങനെ അടുക്കുമ്പോ ആ ചക്ക ചിലപ്പം വീഴും. അതൊക്കെ മുറുക്കി. എടാ മറ്റേ ചക്ക പോന്നോ? മറ്റേ ചക്ക പോന്നോ? ഇല്ലല്ലോ. കിട്ടോ, താങ്ങിയില്ല. ഇല്ല, ഓൻ്റെ അടുത്ത് ഫുള്ളല്ലേ. എനിക്ക് ആ കത്തിയാക്കിട്. എന്റെ അമ്മ അടി ഒറ്റക്ക് താങ്ങി ഇറങ്ങാൻ കഴിയുന്നാ. ഈ വരണ്ട, അല്ല കയറ് മാറ്റിക്കോ. തോളിലാക്കിയേക്ക, തോളിലല്ലേ നീ കിട്ടോ. എന്നാ പതുക്കെ ഇറങ്ങട്ടെ. ഈ കയറൊന്ന് വലിച്ചു ഒഴിവാക്കടാ. എന്റെ മോനെ, ഇതിന്റെ ഒരു കനം. എത്തിയോ? താഴെ ഒന്നും കാണില്ല. സക്സസ് ആയി മക്കളെ ചക്ക. എക്സ്പ്രഷൻ ഒക്കെ പോയി, ചിരിയും കളിയൊക്കെ പോയി. എന്റെ അമ്മ, അടിപൊളി ചക്കല്ലേ. നെട്ടിടാ, അത്ര ചെറിയ നെട്ടിട. ഈ പതുക്കെ കേറ്റിയ നെറ്റ് എടുത്തല്ലേ. അങ്ങനെ ഞങ്ങളെ എന്താ പറയാ, നല്ല റിസ്ക് എടുത്തിട്ടുണ്ട്. കാണുന്ന പോലല്ല, ഇവിടെ താങ്ങി. നിതിന് കേട്ടോ എത്ര വട്ടം ഇറങ്ങിയോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടുന്ന് മുറിക്കണോ? ഇവിടുന്ന് മുറിച്ചായില്ലേ. ഇവിടെ മുറിക്കാൻ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് നോക്കി. ആദ്യം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ, കിതച്ചു പോയി. അപ്പൊ ചക്ക മുറിക്കാൻ പോവാണ്. പ്ലേറ്റ് ഒക്കെ എടുക്കാൻ മടിച്ചിട്ട് വാഴന്റെ ഇല വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലിടാം. നല്ല ചക്കയും വാഴന്റെ ഇല വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെന്നാൽ പിന്നെ ഒരു കാര്യം, നമ്മളെ ഇപ്രാവശ്യത്തെ വരിക്കച്ചക്കയിലെ ഫസ്റ്റ് ചക്കയാണ്. നല്ല മൂത്തത് നമ്മൾ ഇട്ട് വെച്ച്, അത് പഴുത്തിട്ടില്ല. അപ്പൊ അതാ പഴുത്ത നല്ലൊരു ചക്ക കിട്ടിട്ടോ. എന്താ സ്ഥിതി എന്നൊക്കെ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം പീക്കിരിയാ ലാസ്റ്റ് ചക്ക ഇട്ടത്. എന്നാ പറ്റി നല്ല പഴുത്തിക്കണല്ലേ. കത്തി വെച്ച് കൊടുത്താൽ മതി. പിടിക്കണോ ചക്ക? എടാ എന്താ സ്ഥിതി? ആദ്യം എടുത്ത് കഴിച്ചു നോക്കാ. ആദ്യം വിളഞ്ഞൊന്ന് കളി. പുല്ലുണ്ട്. ഇങ്ങനെ ഈ ചക്കക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, കേട് വരുന്നേ.
ഇല്ലടാ ഇലയിലൊക്കെ പോകുന്നുണ്ട്. വിളഞ്ഞി കുറവാണോ? മഴ ആയിട്ടാ? നല്ല പഴുത്തതും അല്ലേ? പക്ഷെ കുറച്ചുകൂടി കളർ ഉണ്ടാവില്ലല്ലേ ചക്ക? ആ കളറൊക്കെ പോയി. ചക്കൊക്കെ എന്തായാലും കാര്യമായിട്ട് കണ്ണ് തട്ടിയിരിക്കുന്നു. ഇതൊന്നും നല്ല വലുപ്പം. എനിക്കിങ്ങനെ താങ്ങിയൊന്നും ചക്ക ഇറക്കാൻ പറ്റൂല നമ്മളെ ചക്ക. ഇതൊക്കെ ചക്ക ചെറുതായതുകൊണ്ടാണ്. അപ്പൊ ഇതാ ആദ്യേ കുറെ നേരെ ചക്കന്റെ ടേസ്റ്റ് നോക്കിയില്ലല്ലോ. ആ ഉള്ളിൽ അങ്ങനെ ഇതുണ്ട് അല്ലേ? കിട്ടുന്നില്ല. എന്നാലും ഒന്ന് എടുത്തിട്ടേ നിക്കണ ഇതിന് ആദ്യം ഒന്ന് എങ്ങനെ ഉണ്ട് ചക്ക നോക്കട്ടെ. കുഞ്ഞോള് നിന്ന് നോക്കി, ഞാൻ നിന്നിട്ട് കേട്ടോ. ആ ഒന്നും കൂടെ വിളഞ്ഞു കളഞ്ഞ. ഞാൻ ആ ആവേശം മുതലേ വിളഞ്ഞാലും കളഞ്ഞിട്ടില്ല. വെച്ചോട്ടെ. ആ ബിസ്മില്ല. ബിസ്മിയ ഞാൻ മറന്നുപോയി. ബിയമോള് കറക്റ്റ് ബിസ്മി അല്ലിട്ടാ കഴിക്കാം. വിളഞ്ഞ് മധുരണ്ട്. ഞാൻ പൊളിയാ. ഞാൻ ഈ ചക്കൻ്റെ നേരം ഇത്രയൊന്നും പോരാ, കുറച്ചുകൂടെ കളറ് വരലുണ്ട്. തിരിച്ച് മധുരം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ മധുരം ഉണ്ടാ. അല്ല മുറുക്കി നീ എടുത്ത് കഴിക്കാലോ. ആദ്യം മുറുക്കി ചുളയിരുന്നിരണ്ടേ. ഞാൻ അല്ല നമ്മൾ ഇന്ന് ഇട്ടത് നന്നായിട്ടോ. ഇനി അഥവാ ഒന്ന് മാറ്റിച്ചോ, ഒന്ന് മുറിച്ചോ. മാറ്റിട്ടാ മറ്റു മുറിച്ചോ. ഊനിന്റെ അവിടെ പറഞ്ഞു. ഇതാണ് കേട്ടോ ചക്കയ്ക്ക് വരുന്ന പ്രശ്നം നോക്കടി. ഊനിന് ഒരു കേട് വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ് ആ ചീച്ചിൽ വരുന്നത്. എന്തായാലും ചെയ്യാതെ കിട്ടിയെന്നായി. പ്രശ്നങ്ങൾ മാറ്റിയൊക്കെ കേട്ടോ. വെട്ടിക്കൊന്നൂടെ. എന്തായാലും ചുളയിരിഞ്ഞിടാ. കുറച്ച് കഴിക്കാം. ബിയമോൾക്ക് ഇന്ന് എന്തായാലും നല്ല ഇഷ്ടാവും. ചക്ക കൊതിച്ച് ഓളാണ്. ചക്ക അപ്പൊ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ചുളയിരിഞ്ഞ് കുഞ്ഞോളെ സെറ്റാക്കി വെച്ചോണ്ടിട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കഴിക്കാം. മഴ വരുന്നുണ്ട്, വേഗം ഇതായിക്കോട്ടോ. നമ്മളിപ്പോ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ചക്ക മുറി ഒന്നും നടക്കൂല. കുറച്ചുകൂടെ ചെറുതായിക്കൂടെ എന്നടാ. ആ പിടിച്ചോ കയ്യിൽ. ഇതൊക്കെ പശുവിന് കൊടുക്കാം. ഇവിടെ പിന്നെ ഒന്നും വേസ്റ്റ് ആവില്ല. ചക്ക ചീഞ്ഞ കോഴിക്ക് ഇങ്ങനെ ഒരുവിധം പഴുത്തതും പച്ചയൊക്കെ നമ്മള് അതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പശുവിന് ഇട്ട് കൊടുക്കും. ആ ചോള കാണിച്ചെടുക്കുന്നത് ഇരിഞ്ഞിട്ടേ. ഇരിഞ്ഞിട്ടിട്ട് കഴിക്കല്ലേ കുറച്ച്. കുഞ്ഞോളാണ് എടുത്തട്ടോ. രണ്ട് ചോള കൂട്ടിയാ ഉണ്ടാവുമായിരുന്നു ആദ്യമൊക്കെ ചക്കന്റെ ഒരു ചോള അല്ലേ? ഇതൊക്കെ എത്ര ചെറുതായി ചക്ക. ചക്കയും ചെറുതായി, ചോളയും ചെറുതായി, എല്ലാം പോയി. എത്ര ആളാണ് ഈ ചക്ക ഒന്ന് കൊണ്ടുപോല് ഗൾഫിലോട്ടും എല്ലോട്ടും. ഈ ചക്ക എത്താത്ത സ്ഥലമില്ല. അങ്ങനെ പോയ ചക്കേനും ഏതൊരു പോക്കില് കണ്ണെട്ടിയുണ്ട്. ഞാൻ കണ്ണെട്ടി വരുമ്പോൾ എല്ലാവരും എനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ തമാശ കേട്ടോ. കണ്ണെട്ടിയത് കാരണം പറയല്ലോ നമ്മള്. ചിലപ്പോൾ പ്ലാവിനൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ കേട് വരും. അപ്പൊ നമ്മളിതിന്റെ വേറെ പ്ലാവ് നട്ടുണ്ട് കേട്ടോ. പ്ലാവ് നട്ടല്ല, വേറെ ചക്ക ഉണ്ട്. ഇത് ഉണ്ടായിട്ടുണ്ട് ഈ ചക്കൻ്റെ തന്നെ. നമ്മൾ വേറെ മരം സെറ്റാക്കി വെച്ചോണ്ട് കുറച്ച് തിന്നട്ടെ, എന്നിട്ട് തിരിഞ്ഞിടാം. ഇത് അങ്ങനെ തിന്നും ചെയ്തോ, ഇരിഞ്ഞിട്ടും ചെയ്തോ. ഒന്നുകൂടെ ഒന്ന് പഴുക്കാനുണ്ടല്ലേ ചെറുതായിട്ട്. പിന്നെന്താ പറയുക, ഇത് ചിലപ്പോൾ ചീഞ്ഞു പോകും, വെച്ചാലും പണിയാവും. ആ ഒരു സോഫ്റ്റ് ഇങ്ങനെ ഇത് വന്നിട്ടില്ല. കുറച്ചൊരു പച്ചച്ചക്കേന്റെ ഒരു മൂപ്പായ ചക്ക എന്ന പോലെ, എന്നാലും മധുരമുണ്ട്. അത്ര മൂത്ത ചക്ക ഇന്നത്തെ 3 ദിവസം 4 ദിവസമായിട്ട് ആയില്ലേ, എന്നിട്ടും പഴുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ചക്കനെ ഇപ്പൊ വിശ്വാസവും പോയി. എടുത്തു വെച്ചാലും പണി കിട്ടും ചിലപ്പോ. എല്ലാവർക്കും കൊതിയാണ്ടോ ഞങ്ങളെ തിന്നിട്ട്. അപ്പം നമ്മളെ ഫാമിലി ഇങ്ങോട്ട് ഫാമിലും വീട്ടിലൊക്കെ വരികയാണെങ്കിൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്കൊക്കെ ഇട്ടുകൊണ്ടോവാ. അത്രയും ചക്ക മരത്തിന് ഇഷ്ടം പോലെ കിടക്കുക. അപ്പൊ എന്നാലും വീഡിയോ ആണ് നിർത്തട്ടെ. ഇങ്ങനെ തിന്നും വർത്താനം പറഞ്ഞ പോലെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. കുറച്ച് ഇരിഞ്ഞിട്ടിട്ട് മഴ വരുന്നതിന് മുന്നേ സെറ്റാക്കട്ടെ. എന്നാൽ വീഡിയോ നിർത്തുക. ഓക്കെ.